അനുസരിച്ച് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാണ്. നിങ്ങളുടെ പേരിൽ ഒരു ഭൂമി ഉണ്ടെങ്കിൽ, നിങ്ങൾ വില്ലേജ് ഓഫീസുമായി ഇടപെടുന്ന ആളുകളാണെങ്കിൽ, റവന്യൂ വകുപ്പുമായി ഇടപെടുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കാം. റവന്യൂ വകുപ്പിൻ്റെ ഡിജിറ്റൽ സേവനങ്ങൾ നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ് ഇന്നലെ നടന്നിരുന്നു. ഈ ചടങ്ങിൽ വെച്ച് നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ ഡിജിറ്റൽ ലോക്കറിലൂടെയോ ഡിജിറ്റൽ കാർഡിലൂടെയോ വില്ലേജ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെയോ നൽകാതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചു വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ഈ കാര്യം പറഞ്ഞ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഒരു ഡിജിറ്റൽ ലോക്കറോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ കാർഡ്, അതായത് നമുക്കിപ്പോൾ റേഷൻ കാർഡിന് പകരം ഒരു സ്മാർട്ട് കാർഡ് നൽകുകയാണെന്നുമായി ബന്ധപ്പെട്ട് ഒരു ഡിജിറ്റൽ കാർഡ് പുറത്തിറങ്ങാനുള്ള സാഹചര്യമുണ്ട്. ഇതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ ഭൂമി സംബന്ധമായ ഏത് ആവശ്യത്തിനും വില്ലേജ് ഓഫീസിൽ പോകേണ്ട സാഹചര്യം ഒഴിവാകും. റവന്യൂ വകുപ്പിൻ്റെ ഡിജിറ്റൽ സേവനങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി നടപ്പിലാക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇനി വീട്ടിലിരുന്നു തന്നെ ഭൂനികുതി അടയ്ക്കാം. പിഴവുകൾ തിരുത്താനും അവസരം ഉണ്ട്. റവന്യൂ വകുപ്പിൻ്റെ പരിഷ്കരിച്ച ഇ സർവീസ് പോർട്ടലായ erevenue.kerala.gov.in വഴിയാണ് ഭൂനികുതി വീട്ടിലിരുന്ന് അടയ്ക്കാൻ കഴിയുക. മൊബൈൽ ഫോൺ വഴിയും പോർട്ടലിൽ പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ സർവീസ് പോർട്ടൽ പരിഷ്കരിച്ചിരിക്കുന്നത്. ഒരു തവണ പേരും ഫോൺ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് തുടർ സേവനങ്ങൾ ലഭ്യമാകും. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ ഓരോ വർഷവും SMS മുഖാന്തരം ഭൂനികുതി അടക്കാനായ വിവരം അറിയിക്കും. നെറ്റ് ബാങ്കിംഗ് UPA സംവിധാനത്തിലൂടെ ഭൂനികുതി അടക്കാം. അടച്ച നികുതിയുടെ റെസീറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ നികുതി ഓൺലൈനായി അടക്കുന്നതിന് മുമ്പ് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വില്ലേജ് രജിസ്ട്രിയിലെ വിവരങ്ങൾ ഡാറ്റ എൻട്രി ചെയ്തതിൽ പിഴവില്ല എന്ന് ഉറപ്പുവരുത്തണം. ഭൂമി വിവരങ്ങൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് തണ്ടപ്പേർ നമ്പർ, സർവേ നമ്പർ എന്നിവ നൽകിയാൽ വിവരങ്ങൾ പരിശോധിക്കാം. ഭൂമിയുടെ വിസ്തീർണം, സർവേ നമ്പർ, ഭൂ ഉടമയുടെ പേര്, തണ്ടപ്പേർ നമ്പർ എന്നിവ ശരിയായാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും പരിശോധിക്കാം. ഇവയിൽ പിശകുകളോ മറ്റെന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ പോർട്ടലിൽ നൽകിയിട്ടുള്ള IT സെൽ നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ആധാർ അധിഷ്ഠിത യുണീക്ക് തണ്ടപ്പേർ, അതായത് UTN നടപ്പാക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര അനുമതിയായി. സംസ്ഥാനത്ത് എല്ലാ ഭൂ ഉടമകളുടെയും തണ്ടപ്പേർ വിവരങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്ത് പുതുതായി 12 അക്ക തിരിച്ചറിയൽ നമ്പർ നൽകും. ഇതോടെ ഒരാൾക്ക് സംസ്ഥാനത്ത് എവിടെ ഭൂമി ഉണ്ടെങ്കിലും അത് ഒറ്റ തണ്ടപ്പേരിലേക്ക് മാറും. റവന്യൂ സേവനങ്ങൾ മികച്ചതാക്കുന്നതിനും ഭൂരേഖകൾ കൃത്യമായി കൊണ്ടുവരുന്നതിനുമാണ് UTN പദ്ധതി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഉത്തരവ് നൽകിയിരുന്നു എങ്കിലും ആധാർ ലിങ്ക് ചെയ്യുന്ന പദ്ധതിയിൽ കേന്ദ്ര അനുമതി ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര അനുമതി വൈകിയതാണ് പദ്ധതി നടപ്പാക്കൽ വൈകാൻ കാരണം. സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തി പദ്ധതി വേഗത്തിലാക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. UTN വരുന്നതോടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും ബിനാമി ഇടപാടുകളും തടയാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭൂമിയുടെ വിൽക്കൽ വാങ്ങൽ സുതാര്യമാക്കാനും ജനങ്ങൾക്ക് മികച്ച സേവനം നൽകാനും പദ്ധതി ഉപകരിക്കുമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ കെ ബിജു പറഞ്ഞു. അധിക ഭൂമി കണ്ടെത്തി ഭൂരഹിതർക്ക് നൽകുക, വിവിധ ക്ഷേമ പദ്ധതികളിലെ അർഹരെ കണ്ടെത്തുക തുടങ്ങിയവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. UTN പദ്ധതി നടപ്പിലാക്കുന്നതിന് റവന്യൂ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്താൻ സ്റ്റേറ്റ് ഇൻഫർമാറ്റിക് ഓഫീസർക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. പദ്ധതി സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കുന്ന നടപടി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇതോടെ അതാത് വില്ലേജ് ഓഫീസുകളിൽ ഭൂവിവരങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിനുള്ള തുടർ നടപടികൾ ആരംഭിക്കും. പുതിയ ഭൂമി വാങ്ങി രജിസ്റ്റർ ചെയ്യുന്നവർക്കും നിലവിൽ ഭൂ ഉടമകൾക്കും ആധാർ മൊബൈൽ നമ്പറുകൾ ഇതിനായി അതാത് വില്ലേജ് ഓഫീസുകളിൽ ശേഖരണം തുടങ്ങും. ഇതിനുള്ള മാർഗരേഖ റവന്യൂ വകുപ്പ് ഉടൻ പുറത്തിറക്കും. ആധാർ നമ്പർ മാത്രമാണ് ശേഖരിക്കുകയെന്നും ആധാറിലെ മറ്റു വിവരങ്ങൾ ആവശ്യമില്ലെന്നും അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇത്രയും അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.